പറഞ്ഞതിന്റെ സന്ദേശങ്ങളാണ് നമ്മൾ കൈക്കൊണ്ടത്. ഈ ജലക്ഷാമം എന്ന് പറയുന്നത് അല്ലാഹു തആല ജലം വലിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എങ്കിൽ ആ ജലക്ഷാമം ഉണ്ടാവുക, ആ ജലത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ജലം കിട്ടാതെ വരിക എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു ശിക്ഷാ സമ്പ്രദായം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്? സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു പറയുന്നു, വലൗ അന്നാ അഹ്ലൽ ഖുറാ ആമനൂ വതഖൂല ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തഖ്വയിൽ ഈമാനും തഖ്വയും ഉള്ള ആൾക്കാർക്ക്, ഈമാനിൽ അടിയുറച്ചതായ വിശ്വാസവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവും ഉള്ളവർക്ക് ആ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ വല്ലാത്ത ബർക്കത്ത് അല്ലാഹു തആല മഴ നൽകാമെന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ വീണ്ടും വിശുദ്ധമായ ഖുർആൻ വാക്യം പറയുന്നു, വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ കളവാക്കിയപ്പോ, റബ്ബിനെ നിഷേധിച്ചപ്പോ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ ഉണ്ടാകാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജലക്ഷാമം കൊണ്ട്, മഴ വർഷിപ്പിക്കാതെ വല്ലാതെ ചൂട് ശക്തമായ ഉഷ്ണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈമാനും തഖ്വയും കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ ചൂട് അനുഭവിക്കപ്പെടുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ റഹ്മത്താണ് മുഅ്മിനീങ്ങളെ മഴ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹം അവനെ നിഷേധിക്കുന്നവർക്ക് തടയപ്പെടുമെന്നുള്ളതാണ്. അല്ലാഹു നൽകുന്ന അനുഗ്രഹം, അവന്റെ നിഷേധികൾ അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ റഹ്മത്ത് നൽകില്ല, അത് തടഞ്ഞു വെക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ചെയ്യുന്ന നന്മകളുടെ തോതനുസരിച്ചാണ് റബ്ബു തആല നമുക്ക് മഴ വർഷിപ്പിക്കേണ്ടതെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ആകാശത്തിൽ നിന്ന് താഴോട്ട് വരില്ല. നാം ചെയ്യുന്ന റബ്ബിന് നൽകുന്നതായ നന്മകൾ, നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ തോതനുസരിച്ചാണോ റബ്ബു തആല നമുക്ക് മഴ വർഷിപ്പിക്കേണ്ടതെങ്കിൽ ഒരു തുള്ളി വെള്ളം നമുക്ക് കിട്ടില്ല. അല്ലാഹു നാം ചെയ്യുന്ന ധിക്കാരത്തിനെ മറച്ചു വെച്ചുകൊണ്ടാണ്